ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദിനചര്യ കൊണ്ട് അല്ലെങ്കിൽ ജീവിതശൈലി കൊണ്ട് നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റുവട്ടം ഉള്ളവർക്കുണ്ടാകുന്ന ഒരു കൂട്ടം രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങളെന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. എന്തുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് പറയാൻ സാധിക്കുക. ഒന്ന്, മനുഷ്യൻ ഇപ്പോൾ ജീവിക്കുന്നത് വളരെ നാൾ കൂടുതലായിട്ടാണ് പഴയതിനേക്കാളും. അതായത് ഉദാഹരണത്തിന് 1947 ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ ജീവിത ദൈർഘ്യമെന്ന് പറയുന്നത് 49 എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് ഒരു മലയാളിയുടെ ആവറേജ് ഒരു ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ജീവിത ദൈർഘ്യമെന്ന് പറയുന്നത് 79-80 എത്തി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ നാൾ ജീവിച്ചിരിക്കും തോറും നമുക്കുണ്ടാകുന്ന ചില പ്രത്യേക രോഗങ്ങൾ കൂടിക്കൂടിൽ വരുന്നു. ഇപ്പോൾ എല്ലാവരും ഒരു 25 വയസ്സിൽ 30 വയസ്സിൽ മരിച്ചു പോവുകയായിരുന്നെങ്കിൽ ജീവിതശൈലി അവയെ രോഗങ്ങളാക്കി മാറി അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറയും. ഒരാൾ 20-25 വയസ്സിൽ മരിക്കുകയാണെങ്കിൽ, നേരെ മറിച്ച് 50 വയസ്സിലാണ് മരിക്കുന്നതെങ്കിൽ ജീവിതശൈലി ഒരു പ്രശ്നങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ആ ആളുടെ ശരീരത്തിൽ ഉണ്ടാകാനും തന്മൂലം രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിക്കൂടി വരുന്നു. ഇനി അയാൾ മരിക്കുന്നത് 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജീവിതശൈലികൾ തീർച്ചയായിട്ടും അയാളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ആ ജീവിതശൈലി ശരിയല്ലെന്നുണ്ടെങ്കിൽ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജീവിത ദൈർഘ്യം കൂടിയതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമതായിട്ട് പറയുന്ന പ്രധാന കാരണം നമ്മളുടെ ഒരു സിവിലൈസേഷൻ, ഇറ്റ് ഈസ് എ ഡിസീസ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ ഒരു സിവിലൈസേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയും. ഞാൻ അതിനെ ഒന്ന് വിശദമാക്കാം. പണ്ട് നമ്മൾ ഒരുപക്ഷെ എൻ്റെ അച്ഛൻ്റെ സമയത്ത് ഒരു സ്കൂളിലേക്ക് പോകുന്ന കുട്ടി നടന്നിരുന്നത് ഏകദേശം 10-20 കിലോമീറ്ററാണ് ഒരു ദിവസം നടക്കുന്നത്. 5 മുതൽ 10 കിലോമീറ്റർ വരെ ഒരു ദിവസം നടക്കുമായിരുന്നു. അന്ന് ഇത്രയും വാഹന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നമുക്ക് ജീവിക്കേണ്ടത് പണിയെടുത്ത് ജീവിക്കണമായിരുന്നു. അപ്പോൾ ശരാശരി ഒരാൾ ദേഹാധ്വാനം ചെയ്യുന്നത്, അയാളുടെ ശരീരം കൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദേഹാധ്വാനം ചെയ്യുന്നത് വളരെ കൂടുതലായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 100-150 മീറ്റർ അപ്പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ മാറിയുള്ളൊരു കടയിൽ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ ബൈക്കിനെങ്കിലും ഉപയോഗിക്കും. കാരണം വിയർക്കാൻ നമുക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ഒരു സ്കൂൾ കുട്ടിയെ അയാളുടെ വീട്ടുമുറ്റത്തിൽ നിന്ന് വാനിൽ വന്ന് പിക്ക് ചെയ്ത് സ്കൂളിലാക്കുന്നു, തിരിച്ചു കൊണ്ടാക്കുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കുട്ടികളും മുതിർന്നവരും വളരെ കുറച്ച് മാത്രമാണ് ഇന്ന് ദേഹാധ്വാനം ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് സിവിലൈസേഷൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായിട്ടുണ്ട്. അതും രോഗങ്ങൾക്ക് കാരണമാക്കുന്നു.